പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയൽ അച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 190 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 24, 2 ദിനവൃത്താന്തം അധ്യായം 35, സുഭാഷിതങ്ങൾ അധ്യായം 8 വാക്യങ്ങൾ 22 മുതൽ 36 വരെ. നമ്മൾ യൂദായുടെ ബാബിലോൺ പ്രവാസത്തിലേക്കുള്ള യാത്രയിലെ അവസാനത്തെ രംഗങ്ങളിലൂടെ വായനകൾ കടന്നു പോവുകയാണ്. ഈ ദിവസങ്ങളിലെ വായനകൾ ശ്രദ്ധാപൂർവം നിങ്ങൾ ഒന്നിലധികം പ്രാവശ്യം കേൾക്കേണ്ടതുണ്ട്. കാരണം യൂദ പ്രവാസത്തിലേക്ക് പോയതിൻ്റെ കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ചരിത്രവുമൊക്കെ സാധാരണ ഒരു ശരാശരി വചനവായനക്കാരൻ്റെ ഹൃദയത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ചരിത്രത്തെക്കുറിച്ചുള്ള വ്യക്തത ലഭിക്കുന്നതിന് നിങ്ങൾ ഈ വായന ശ്രദ്ധിക്കുകയും ഞാൻ നൽകുന്ന വിശദീകരണങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുകയും എഴുതിയെടുക്കുകയും ചെയ്ത് ആ ചരിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന വലിയ നന്മകളിലൊന്ന് യെശയ്യാ പ്രവചനവും അതുപോലെ തന്നെ ജെറമിയായുടെ പ്രവചനവും ഒക്കെ വായിക്കുമ്പോൾ കുറെ കൂടി ഈ പ്രവചന ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുന്നതിന് ഈ ചരിത്ര ഗ്രാഹ്യം വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണിത്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 24. യെഹോയാക്കീമിൻ്റെ കാലത്ത് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ മുന്നേറുകയും 3 വർഷം അവൻ അയാൾക്ക് ദാസനായി തീരുകയും ചെയ്തു. പിന്നീട് അവൻ തിരിഞ്ഞു നിന്ന് അയാളെ എതിർത്തു. അപ്പോൾ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരുൾ ചെയ്ത അവിടുത്തെ വചനം പോലെ യൂദായെ നശിപ്പിക്കാൻ യെഹോയാക്കീമിനെതിരെ കർത്താവ് കൽദായ സൈന്യത്തെയും ആരാംകാർ, മൊവാബുകാർ, അമ്മോന്യർ എന്നിവരുടെ സേനകളെയും അയച്ചു. നിശ്ചയമായും മനാസെ ചെയ്ത എല്ലാ പാവങ്ങളും നിമിത്തം തൻ്റെ മുമ്പിൽ നിന്ന് അവരെ നീക്കിക്കളയുന്നതിനു വേണ്ടി കർത്താവിൻ്റെ വാക്കനുസരിച്ച് യൂദായിൽ സംഭവിച്ചതാണിത്. അതുപോലെ തന്നെ അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തം നിമിത്തവും. അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു. കർത്താവ് അത് ക്ഷമിക്കാൻ മനസ്സായില്ല. യെഹോയാക്കീമിൻ്റെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യെഹോയാക്കീം തൻ്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ സ്ഥാനത്ത് പുത്രൻ യെഹോയാക്കീൻ ഭരണമേറ്റു. ഈജിപ്ത് തോട് മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ളതെല്ലാം ബാബിലോൺ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് പിന്നീട് അവൻ്റെ ദേശത്ത് നിന്ന് പുറത്തു വന്നില്ല. യെഹോയാക്കീൻ രാജാവായപ്പോൾ യെഹോയാക്കീന് 18 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ജെറുസലേമിൽ നിന്നുള്ള എൽനാഥാൻ്റെ പുത്രിയായ അവൻ്റെ അമ്മയുടെ പേര് നെഹുഷ്ത എന്നായിരുന്നു. തൻ്റെ പിതാവ് ചെയ്തതെല്ലാം പോലെ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. അക്കാലത്ത് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ സേവകന്മാർ ജെറുസലേമിൽ കയറി വരികയും പട്ടണം ഉപരോധത്തിലാവുകയും ചെയ്തു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ പട്ടണത്തിനെതിരെ വരുമ്പോൾ അയാളുടെ സേവകന്മാർ അത് ഉപരോധിക്കുകയായിരുന്നു. യൂദാ രാജാവായ യെഹോയാക്കീൻ തൻ്റെ മാതാവിനോടും ഭൃത്യന്മാരോടും പ്രഭുക്കന്മാരോടും ഷണ്ഡന്മാരോടുമൊപ്പം ബാബിലോൺ രാജാവിൻ്റെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു. ബാബിലോൺ രാജാവ് തൻ്റെ ഭരണത്തിൻ്റെ 8-ാം വർഷത്തിൽ അവനെ കൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ മുഴുവൻ അയാൾ അവിടെ നിന്ന് കൊണ്ടുപോയി. കർത്താവ് പറഞ്ഞതുപോലെ ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിൻ്റെ ആലയത്തിൽ നിർമ്മിച്ചിരുന്ന സ്വർണ്ണപാത്രങ്ങളെല്ലാം അയാൾ കഷണങ്ങളാക്കി. ജെറുസലേം മുഴുവനെയും പ്രഭുക്കന്മാരെയും എല്ലാ ധീരയോദ്ധാക്കളെയും, അതായത് 10,000 തടവുകാർ, എല്ലാ ശില്പികളെയും എല്ലാ ലോഹപ്പണിക്കാരെയും അയാൾ വിപ്രവാസികളാക്കി. ദേശത്തെ ജനത്തിൽ ദരിദ്രർ അല്ലാതെ ആരും അവശേഷിച്ചില്ല. യെഹോയാക്കീനെ അയാൾ ബാബിലോണിലേക്ക് വിപ്രവാസിയായി കൊണ്ടുപോയി. രാജമാതാവിനെയും രാജപത്നിമാരെയും അവൻ്റെ ഷണ്ഡന്മാരെയും ദേശമുഖ്യന്മാരെയും അയാൾ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി നടത്തിച്ചു. എല്ലാ ധീരയോദ്ധാക്കളെയും, അതായത് 7,000 പേർ, ശില്പികളും ലോഹപ്പണിക്കാരുമായ 1,000 പേരെയും
ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായ എല്ലാവരെയും ബാബിലോൺ രാജാവ് ബാബിലോണിലേക്ക് വിപ്രവാസികളായി കൊണ്ടുപോയി. ബാബിലോൺ രാജാവ് യഹോയാക്കിൻ്റെ പിതൃ സഹോദരനായ മത്താനിയായെ അവന് പകരം രാജാവാക്കുകയും അവൻ്റെ പേര് സെദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു. സെദക്കിയ രാജാവായപ്പോൾ സെദക്കിയായ്ക്ക് 21 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബനായിലെ ജെറമിയായുടെ പുത്രിയായ അവൻ്റെ അമ്മയുടെ പേര് ഹമുത്താൽ എന്നായിരുന്നു. യഹോയാക്കീം ചെയ്തതൊക്കെയും പോലെ അവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ആ തിന്മ പ്രവർത്തിച്ചു. അതിനാൽ തന്നെ അവിടുന്ന് അവരെ തൻ്റെ മുമ്പിൽ നിന്ന് എറിഞ്ഞു കളയുന്നതുവരെ കർത്താവിൻ്റെ കോപം ജെറുസലേമിനും യൂദായ്ക്കുമെതിരെ ഉണ്ടായിരുന്നു. സെദക്കിയ ബാബിലോൺ രാജാവിനോട് മറുതലിച്ചു. 2 ദിനവൃത്താന്തം അധ്യായം 35. ജോസിയ പെസഹ ആചരിക്കുന്നു. ജോസിയ ജെറുസലേമിൽ കർത്താവിൻ്റെ പെസഹ ആചരിച്ചു. 1-ാം മാസം 14-ന് അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. അവൻ പുരോഹിതന്മാരെ അവരുടെ ചുമതലകൾ അനുസരിച്ച് നിയമിക്കുകയും കർത്താവിൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ മുഴുവനെയും പഠിപ്പിച്ചിരുന്ന കർത്താവിന് സമർപ്പിതരായ ലേവായരോട് അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ പുത്രൻ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശുദ്ധ പേടകം സ്ഥാപിക്കുക. നിങ്ങളുടെ തോളിന് അത് ഭാരമാകേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും ശുശ്രൂഷിക്കുവിൻ. ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ പ്രമാണപ്രകാരവും അവൻ്റെ പുത്രൻ സോളമൻ്റെ പ്രമാണപ്രകാരവും നിങ്ങളുടെ പിതൃഭവനത്തിൻ്റെ ക്രമമനുസരിച്ച് നിങ്ങൾ ഒരുങ്ങുവിൻ. സാമാന്യജനമായ നിങ്ങളുടെ സഹോദരരുടെ പിതൃഭവന ശാഖയനുസരിച്ച് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ. അങ്ങനെ ലേവായർക്ക് പിതൃഭവനത്തിൻ്റെ ഓഹരി ഉണ്ടാകട്ടെ. മോശ വഴിയുള്ള കർത്താവിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ പെസഹ കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങൾ സ്വയം വിശുദ്ധീകരിക്കുകയും നിങ്ങളുടെ സഹോദരർക്ക് വേണ്ടി അതിനെ തയ്യാറാക്കുകയും ചെയ്യുവിൻ. സന്നിഹിതരായിരുന്ന സാമാന്യജനത്തിലെ എല്ലാവർക്കും എണ്ണമനുസരിച്ച് പെസഹ അർപ്പിക്കാൻ 30,000 ആൺചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 3,000 കാളകളെയും ജോസിയ സംഭാവന ചെയ്തു. ഇവ രാജാവിൻ്റെ സമ്പത്തിൽ നിന്നായിരുന്നു. അവൻ്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവായർക്കും സ്വമനസ്സ സംഭാവന നൽകി. പുരോഹിതന്മാർക്ക് പെസഹ അർപ്പിക്കാൻ ദേവാലയത്തിലെ നേതാക്കന്മാരായ ഹിൽക്കിയ, സക്കറിയ, യഹിയേൽ എന്നിവർ 2600 ആൺചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 300 കാളകളെയും കൊടുത്തു. ലേവായർക്ക് പെസഹ അർപ്പിക്കാൻ കനാനിയായും അവൻ്റെ സഹോദരന്മാരായ ഷെമായായും നഥാനയേലും ഹഷാബിയ, ജയ്യേൽ, യോസാബാദ് എന്നീ ലേവായ പ്രഭുക്കളും 5000 ആൺചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 500 കാളകളെയും സംഭാവന ചെയ്തു. അങ്ങനെ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളായി രാജകൽപ്പനയനുസരിച്ച് പുരോഹിതന്മാർ സ്വസ്ഥാനത്തും ലേവായർ സ്വന്തം ഗണങ്ങളനുസരിച്ചും നിന്നു. അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. ലേവായർ അവയെ തോലുരിഞ്ഞപ്പോൾ പുരോഹിതന്മാർ അവരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു. മോശയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ കർത്താവിന് കാഴ്ചയർപ്പിക്കാൻ വേണ്ടി സാമാന്യജനത്തിൻ്റെ പിതൃഭവനമനുസരിച്ച് ഗണങ്ങൾക്ക് കൊടുക്കാൻ അവർ ഹോമയാഗമൃഗത്തെ നീക്കിവെച്ചു. അങ്ങനെ തന്നെ കാളകളെയും. അവർ പെസഹ കുഞ്ഞാടിനെ വിധിപ്രകാരം തീയിൽ ചുട്ടെടുത്തു. അവർ വിശുദ്ധ വസ്തുക്കൾ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ചെടുത്തു. അവർ വേഗത്തിൽ സാമാന്യജനത്തിനെല്ലാം അവ എത്തിച്ചു കൊടുത്തു. അനന്തരം അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കും വേണ്ടി പാകം ചെയ്തു. അഹ്റോന്യരായ പുരോഹിതന്മാർ രാത്രി വരെ ഹോമയാഗവും കൊഴുപ്പും അർപ്പിക്കുകയായിരുന്നതിനാൽ ലേവായർ തങ്ങൾക്കും അഹ്റോന്യരായ പുരോഹിതന്മാർക്കും വേണ്ടി പാകം ചെയ്തു. ദാവീദ്, ആസാഫ്, ഹേമാൻ, രാജാവിൻ്റെ ദീർഘദർശിയായ യദൂത്തൂൻ എന്നിവരുടെ ചട്ടപ്രകാരം ആസാഫ്യരായ ഗായകർ സ്വസ്ഥാനങ്ങളിൽ നിന്നു. വാതിൽ കാവൽക്കാർ ഓരോ വാതിൽക്കലും ഉണ്ടായിരുന്നു. അവർക്ക് തങ്ങളുടെ ശുശ്രൂഷയിൽ നിന്ന് തിരിയേണ്ടി വന്നില്ല. കാരണം അവരുടെ സഹോദരന്മാരായ ലേവായർ അവർക്ക് വേണ്ടി പാകം ചെയ്തിരുന്നു. അങ്ങനെ ജോസിയ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് പെസഹ ആചരിക്കാനും കർത്താവിൻ്റെ ബലിപീഠത്തിൽ ഹോമയാഗങ്ങൾ അർപ്പിക്കാനുമുള്ള ശുശ്രൂഷയുടെ ഒരുക്കങ്ങളെല്ലാം ആ ദിനത്തിൽ തന്നെ നടന്നു. അവിടെ സന്നിഹിതരായിരുന്ന ഇസ്രായേല്യർ ആ അവസരത്തിൽ തന്നെ പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും 7 ദിവസത്തേക്ക് ആചരിച്ചു. സാമുവേൽ പ്രവാചകന്റെ കാലം തുടങ്ങി ഇങ്ങനെയൊരു പെസഹ ഇസ്രായേലിൽ ആചരിക്കപ്പെട്ടിട്ടില്ല. ജോസിയായും പുരോഹിതന്മാരും ലേവായരും യൂദാ മുഴുവനും സന്നിഹിതരായ ഇസ്രായേലും ജെറുസലേം നിവാസികളും ആചരിച്ചതുപോലെ ഒരു പെസഹ ഇസ്രായേൽ രാജാക്കന്മാരും ആചരിച്ചിട്ടില്ല.
ജോസിയായുടെ 18-ാം ഭരണവർഷത്തിലാണ് ഈ പെസഹ ആചരിക്കപ്പെട്ടത്. ജോസിയായുടെ മരണം. ഇതിനെല്ലാം ശേഷം ജോസിയ ആലയം ഒരുക്കിക്കഴിഞ്ഞപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ യൂഫ്രട്ടീസിനോട് ചേർന്ന് കാർക്കെമീഷിൽ യുദ്ധത്തിനായി കയറി വന്നു. ജോസിയ അയാളെ നേരിടാൻ പുറപ്പെട്ടു. അപ്പോൾ അയാൾ ദൂതരെ അയച്ച് അവനോട് ഇപ്രകാരം പറഞ്ഞു: യൂദാ രാജാവേ, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിനക്കെതിരെയല്ല. എൻ്റെ യുദ്ധം ഒരു ഭവനത്തിന് നേരെയാണ്. ദൈവമാണ് തിടുക്കം കൂട്ടാൻ എന്നോട് പറഞ്ഞത്. എന്നോടൊത്തുള്ള ദൈവത്തെ തടയുന്നത് നിർത്തൂ. അങ്ങനെ അവിടുന്ന് നിന്നെ നശിപ്പിക്കാതിരിക്കട്ടെ. എന്നാൽ ജോസിയ തൻ്റെ മുഖം അയാളിൽ നിന്ന് തിരിച്ചില്ല. അയാൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അവൻ വേഷപ്രച്ഛന്നനായിപ്പോയി. അവൻ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നുള്ള നെക്കോയുടെ വാക്കുകൾ കേട്ടില്ല. അവൻ മെഗീദോ താഴ്വരയിലേക്ക് യുദ്ധം ചെയ്യാൻ പോയി. വില്ലാളികൾ ജോസിയ രാജാവിനെ എയ്തു. രാജാവ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു: എന്നെ മാറ്റിക്കൊണ്ടുപോകുവിൻ, എന്തെന്നാൽ എനിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അവൻ്റെ സേവകന്മാർ അവനെ ആ രഥത്തിൽ നിന്നിറക്കി അവൻ്റെ 2-ാം രഥത്തിലേക്ക് കയറ്റി. അവനെ അവർ ജെറുസലേമിൽ കൊണ്ടുചെന്നു. അവൻ മരിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ കബറിടത്തിൽ സംസ്കരിക്കപ്പെട്ടു. യൂദാ മുഴുവനും ജെറുസലേമും ജോസിയായെക്കുറിച്ച് വിലപിച്ചു. ജെറമിയായും ജോസിയായെക്കുറിച്ച് ഒരു വിലാപഗാനം ആലപിച്ചിട്ടുണ്ട്. ഇന്നുവരെയുള്ള എല്ലാ ഗായകന്മാരും ഗായികമാരും തങ്ങളുടെ വിലാപഗാനങ്ങളിൽ ജോസിയായെ പരാമർശിച്ചിരിക്കുന്നു. അവർ അവ ഇസ്രായേലിൽ ഒരു പതിവാക്കിയിരിക്കുന്നു. ഇതാ അവ വിലാപഗീതങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോസിയായുടെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും കർത്താവിൻ്റെ നിയമത്തിൽ രേഖപ്പെടുത്തിയതനുസരിച്ചുള്ള അവൻ്റെ നന്മകളും ആദ്യാവസാനമുള്ള അവൻ്റെ പ്രവർത്തനങ്ങളും ഇതാ ഇസ്രായേലിൻ്റെയും യൂദായുടെയും രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുഭാഷിതങ്ങൾ അധ്യായം 8 വാക്യങ്ങൾ 22 മുതൽ 36 വരെ. കർത്താവ് തൻ്റെ കർമ്മത്തിൻ്റെ ആരംഭമായി അന്നു മുതലുള്ള തൻ്റെ പ്രവൃത്തികൾക്ക് മുന്നേ തന്നെ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. നിത്യത മുതൽക്കേ, ഭൂമിയുടെ പൂർവാവസ്ഥയുടെ ആരംഭം മുതൽ തന്നെ ഞാൻ രൂപപ്പെട്ടിരുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ തന്നെ, നീരുറവകൾ ജലനിബിഡമാകാതിരുന്നപ്പോൾ തന്നെ ഞാൻ ഉരുവാക്കപ്പെട്ടിരുന്നു. പർവ്വതങ്ങൾ അടിയുറപ്പിക്കപ്പെടും മുമ്പ്, കുന്നുകൾക്കും മുമ്പ് ഞാൻ ഉരുവാക്കപ്പെട്ടിരുന്നു. ഭൂമിയോ വയലുകളോ ലോകത്തിൻ്റെ ആദ്യ പൂഴിത്തരികളോ അവിടുന്ന് സൃഷ്ടിക്കാതിരുന്ന സമയത്ത്, ആകാശങ്ങൾ അവിടുന്ന് സ്ഥാപിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആഴങ്ങളുടെ മുഖത്ത് ആകാശത്തട്ട് അവിടുന്ന് രൂപകൽപ്പന ചെയ്തപ്പോൾ, മുകളിൽ ആകാശവിധാനം അവിടുന്ന് ഉറപ്പിച്ചപ്പോൾ, ആഴത്തിൻ്റെ ഉറവകൾ ശക്തിപ്പെടുത്തിയപ്പോൾ, ജലം അതിര് കടക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അവിടുന്ന് പരിധി നിർണയിച്ചപ്പോൾ, അവിടുന്ന് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ സ്ഥാപിച്ചപ്പോൾ, ഒരു വിദഗ്ധ ശില്പിയായി ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. ആമോദമായി അനുദിനം അവിടുത്തെ മുമ്പിൽ എല്ലാ നേരത്തും കളിചിരിയുമായി ഞാനുണ്ടായിരുന്നു. അവിടുത്തെ ഭൂലോകത്തിൽ ഞാൻ കളിചിരിയുള്ളവളും മനുഷ്യമക്കളോടൊത്ത് ആമോദിക്കുന്നവളുമായിരുന്നു. ആകയാൽ മക്കളെ, നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുവിൻ. എൻ്റെ വഴികൾ കാത്തു സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ശിക്ഷണം കേട്ട് ജ്ഞാനികളാകുവിൻ, അത് തള്ളിക്കളയരുത്. അനുദിനം എൻ്റെ വാതിൽ പാളികളോട് ചേർന്ന് ഉണർന്നിരിക്കാൻ, എൻ്റെ വാതിൽ പടികൾ കാക്കാൻ എന്നെ കേൾക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, അവൻ കർത്താവിൽ നിന്ന് സംപ്രീതി സമ്പാദിക്കുന്നു. എന്നാൽ എന്നിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ സ്വയം ആക്രമിക്കുന്നു. എന്നെ വെറുക്കുന്നവരെല്ലാം മരണത്തെയാണ് സ്നേഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 190-ാമത്തെ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട വചനവായനയുടെ ദിവസങ്ങളിലൊന്നാണ്. പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയാൻ കാരണം, നമുക്ക് ബാബിലോൺ പ്രവാസത്തിലേക്ക് യൂദാ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ചരിത്രം ഏറെക്കുറെ ഒരു ശരാശരി വായനക്കാരന് അജ്ഞാതമാണ്. ഈ യൂദാ പ്രവാസത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വായന നമ്മെ പ്രവാചക ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ജെറമിയായുടെ പ്രവചന ഗ്രന്ഥം കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാരെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകം നോട്ട് എഴുതി സൂക്ഷിക്കുകയും, പ്രത്യേകിച്ച് ജോസിയ മുതലുള്ള രാജാക്കന്മാരുടെ കാലത്താണ്, യഹോയാക്കിം, യഹോവാസ്, യഹോയാക്കിൻ, സെദക്കിയ തുടങ്ങിയ രാജാക്കന്മാരുടെ കാലത്താണ് ജെറമിയ പ്രവചനം നടത്തിയിരുന്നത് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മിച്ചു വെക്കുകയും നോട്ട് എഴുതി സൂക്ഷിക്കുകയും ചെയ്താൽ ജെറമിയ പ്രവചനം വായിക്കുമ്പോഴേക്കും അത് നമ്മെ കുറെ കൂടി എളുപ്പത്തിൽ വചനവായന നടത്താനും ഗ്രഹിക്കാനും സഹായിക്കും. ജോസിയ നടത്തിയ മതനവീകരണവും അദ്ദേഹത്തിൻ്റെ കാലത്ത് ആഘോഷിച്ച പെസഹായുമൊക്കെ ഇസ്രായേൽ ജനത്തിൻ്റെ ഓർമ്മകളിൽ, യഹൂദ ജനത്തിൻ്റെ ഓർമ്മത്താളുകളിലെ ഒരിക്കലും മറക്കാനാവാത്ത
ചില ഓർമ്മകളുടെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചാണ് കടന്നുപോയത്. അതായത് സാമുവേൽ പ്രവാചകന്റെ കാലം മുതൽ അന്ന് വരെയും ആഘോഷിക്കാത്തത്ര തീക്ഷ്ണതയോടെയും ആഹ്ലാദത്തോടെയും ദൈവത്തോടുള്ള ഒരു വിവരണാതീതമായ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പ്രകടനമായിട്ടാണ് ഈ പെസഹ ആചരിക്കപ്പെട്ടത്. പക്ഷെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അത് വൈകിപ്പോയിരുന്നു. പല കാര്യങ്ങളും നമ്മൾ എത്ര നന്നായിട്ടാണത് ചെയ്യുന്നതെങ്കിലും അത് അസമയത്താണെങ്കിൽ, അത് വൈകിപ്പോയൊരു സമയത്താണെങ്കിൽ, അതൊരു റോങ് ടൈമിലാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന ഒരു വലിയ പാഠമാണ് ഈ ജോസിയായുടെ കാലത്തെ ഈ നവീകരണങ്ങൾക്ക് ശേഷം നടന്ന കാര്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ നവീകരണ പരിശ്രമങ്ങൾക്ക് ശേഷം ജോസിയ വലിയ ഒരു അബദ്ധം കാണിച്ചു. നമുക്കറിയാം, ജോസിയ മരിക്കുന്നത് തൻ്റെ യൗവനത്തിൻ്റെ നട്ടുച്ചയിലാണ്. അങ്ങനെ ആ യൗവനത്തിലായിരുന്ന മനുഷ്യൻ ദൈവം അയാളോട് ഫറവോ രാജാവായ നെക്കോയിലൂടെ സംസാരിച്ചത് ദൈവമാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. സാഹചര്യം ഇങ്ങനെയായിരുന്നു. ഫറവോ രാജാവായിരുന്ന ഫറവോ നെക്കോ, ഈജിപ്തിൻ്റെ രാജാവ്, അസീറിയായിക്കെതിരെ യുദ്ധത്തിന് പോവുകയായിരുന്നു. അയാൾ പറയുന്നുണ്ട് ദൈവമാണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത്. എന്നാൽ അസീറിയയ്ക്കെതിരെ യുദ്ധത്തിന് പോകുന്ന നെക്കോ ഇസ്രായേലിനെ കടക്കാൻ ശ്രമിക്കുമ്പോൾ മെഗീദോയിൽ വെച്ച് ജോസിയ അയാളെ തടുക്കാനും തടയാനും അയാൾക്കെതിരെ യുദ്ധം ചെയ്യാനും പരിശ്രമിക്കുകയാണ്. പലതരത്തിൽ നെക്കോ ജോസിയായെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും, ദൈവം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജോസിയായുടെ അവിവേകം അതിന് വഴങ്ങാൻ അയാളെ സമ്മതിച്ചില്ല. മെഗീദോ താഴ്വരയിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ വില്ലാളികളുടെ അമ്പേറ്റ് ജോസിയ ചോരവാർന്ന് ജെറുസലേമിലേക്ക് മടങ്ങിയെത്തുകയും അനന്തരം അയാൾ മരിക്കുകയും ചെയ്തു. ഇസ്രായേൽ മുഴുവൻ, യൂദാ മുഴുവൻ ജോസിയായെക്കുറിച്ച് വിലപിച്ചു, ഹൃദയഭേദകമായി വിലപിച്ചു. ഈ അവസരത്തിൽ ജെറമിയ പ്രവാചകൻ എഴുതിയ ഒരു വിലാപഗാനത്തെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിച്ചു. അത് നമ്മൾ ജെറമിയായ്ക്ക് ശേഷം കാണുന്ന വിലാപങ്ങൾ എന്ന ഗ്രന്ഥമല്ല. ഈ വായനയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ജെറമിയ പ്രവാചകൻ്റേതായി 2 വിലാപങ്ങളുടെ പുസ്തകമുണ്ടായിരുന്നു എന്നാണ്. അതിലൊന്ന് പക്ഷേ നമ്മുടെ കൈവശം കിട്ടിയിട്ടില്ല. അത് നഷ്ടപ്പെട്ട ബൈബിൾ ഗ്രന്ഥങ്ങളിലൊന്നാണ്. അങ്ങനെ ജോസിയായെക്കുറിച്ച് ജെറമിയായും വിലാപഗാനം എഴുതി. അതിനുശേഷം ജോസിയായുടെ മകൻ യഹോവാഹാസ് രാജാവായി. ഇയാൾ ഭരണം ആരംഭിച്ച് 3 മാസം കഴിയുമ്പോൾ ഫറവോ നെക്കോ യഹോവാഹാസിനെ തടവിലാക്കുകയാണ്. നെക്കോ അയാളെ തടവിലാക്കുകയും ഈജിപ്തിലേക്ക് പിന്നീട് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വച്ച് ഈ യഹോവാഹാസ് മരിച്ചു. തുടർന്ന് ഈജിപ്ത് രാജാവായ ഫറവോ നെക്കോ ചെയ്യുന്നത് ജോസിയായുടെ മറ്റൊരു മകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഏലിയാക്കിം, ഏലിയാക്കിമിൻ്റെ പേര് മാറ്റി യഹോയാക്കീം എന്നാക്കി അവനെ യൂദായുടെ രാജാവാക്കുകയാണ്. അയാൾ ഫറവോയുടെ കീഴിലെ ഒരു സാമന്ത രാജാവായി ഫറവോയ്ക്ക് കപ്പം കൊടുത്ത് യൂദായെ ഭരിച്ചുകൊണ്ടിരുന്നു. ഈ യഹോയാക്കിമിൻ്റെ കാലത്താണ് അസീറിയ രാജാവായ നെബൂഖദ്നേസർ യൂദായെ ആക്രമിക്കാനായി എത്തുന്നത്. നെബൂഖദ്നേസർ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് എത്തുമ്പോൾ യഹോയാക്കീം അയാൾക്ക് കീഴടങ്ങുകയും 3 വർഷത്തേക്ക് അയാളുടെ ഒരു പപ്പറ്റ് കിങ്ങായി, ഒരു സാമന്ത രാജാവായി അയാൾക്ക് കപ്പം കൊടുത്ത് യൂദായെ ഭരിക്കുകയും ചെയ്തു. പിന്നീട് അയാൾ നെബൂഖദ്നേസറിനെ എതിർത്തു. പ്രവാചകന്മാർ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ജോസിയായുടെയും മക്കളുടെയും കാലത്താണ് ജെറമിയ തൻ്റെ പ്രവചന ശുശ്രൂഷ തുടങ്ങുന്നത്. ജെറമിയ പ്രവാചകനിലൂടെ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് യഹോയാക്കിം നെബൂഖദ്നേസറിനെ എതിർക്കുകയാണ്. അങ്ങനെ ഇയാൾ അസീറിയ രാജാവിനെ എതിർക്കുമ്പോൾ നെബൂഖദ്നേസർ വന്ന് ജെറുസലേം നശിപ്പിക്കുന്നു. യഹോയാക്കിം തുടർന്ന് മരിക്കുന്നു. അയാളുടെ മകൻ യഹോയാക്കിൻ, അപ്പൻ്റെ പേര് യഹോയാക്കിം, മകൻ്റെ പേര് യഹോയാക്കിൻ രാജാവാവുകയും ചെയ്യുന്നു. ഇയാൾക്ക് 18 വയസ്സുള്ളപ്പോഴാണ് അയാൾ രാജാവാകുന്നത്. 3 മാസം കഴിയുമ്പോൾ വീണ്ടും നെബൂഖദ്നേസർ, അസീറിയ രാജാവ്, യൂദായെ ആക്രമിക്കുന്നു. ആക്രമിക്കുക മാത്രമല്ല, അയാൾ രാജാവിനെയും ജനങ്ങളെയും, അതായത് യഹോയാക്കിനെയും ജനങ്ങളെയും ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോവുകയാണ്. അയാൾ ഇവരെ അടിമകളായി കൊണ്ടുപോവുക മാത്രമല്ല, ദേവാലയം മുഴുവൻ കൊള്ളയടിച്ച് ദേവാലയത്തിലെ എല്ലാ നിധി നിക്ഷേപങ്ങളും ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ജോസിയായുടെ മറ്റൊരു മകനായിരുന്ന, അതായത് ഈ യഹോയാക്കിൻ്റെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട ആ രാജാവിൻ്റെ യഹോയാക്കിൻ്റെ പിതൃ സഹോദരനായ, അതായത് ജോസിയായുടെ മകനായിരുന്ന മത്താനിയ എന്ന ഒരു മനുഷ്യനെ നെബൂഖദ്നേസർ അദ്ദേഹത്തിൻ്റെ പേര് സെദക്കിയ എന്നാക്കി മാറ്റി. പേര് മാറ്റി
യൂദായുടെ രാജാവാക്കി മാറ്റുകയാണ്. അവനും ആ രാജാവും സെദക്കിയായും പ്രവാചകന്മാരുടെ വാക്ക് ശ്രദ്ധിക്കാതെ അസീറിയായോട്, ബാബിലോണിനോട് മറുതലിക്കുകയാണ്. ഈ ചരിത്രം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ എല്ലാ ഇൻഫർമേഷനും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾ അത് കേൾക്കുകയും എഴുതിയെടുക്കുകയും ചെയ്ത് സൂക്ഷിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലാണ്, നാളെയാണ് നമ്മൾ ഈ ഭാഗങ്ങൾ അവസാനിപ്പിക്കുന്നത്. ജെറുസലേമിൻ്റെ പതനവും പ്രവാസത്തിലേക്കുള്ള യാത്രയും. അപ്പോൾ ഈ പ്രവാസത്തിൻ്റെ 3 ഘട്ടങ്ങളിലായിട്ടാണ് പ്രവാസം സംഭവിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിലും രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും ആരൊക്കെയാണ് നാടുകടത്തപ്പെട്ടത് തുടങ്ങിയ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് നിങ്ങളോട് പങ്കുവെക്കാം. ജ്ഞാനത്തിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ചാണ് സുഭാഷിതങ്ങളിൽ വായിച്ചത്. ജ്ഞാനം കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു. നമ്മൾ ഇന്നത്തെ വായനകൾ പൂർത്തിയാക്കുമ്പോൾ ദൈവം അരുളി ചെയ്തതെല്ലാം നിറവേറുകയാണ്. ദൈവപ്രമാണങ്ങളും ദൈവകൽപ്പനകളും വിസ്മരിച്ച് ദൈവം അരുളി ചെയ്ത വാക്കുകളെ നിസ്സാരമായി കരുതി ലോകത്തെയും പാപത്തെയും സ്നേഹിച്ചൊരു ജനത ഒടുവിൽ കണ്ണീരിൻ്റെയും വിലാപത്തിൻ്റെയും തീരാത്ത നോവിൻ്റെയും നൊമ്പരത്തിൻ്റെയും നിലവിളികളുടെയും പ്രവാസത്തിൻ്റെ മണ്ണിലേക്ക് ചങ്ങലകളാൽ പൂട്ടപ്പെട്ട് നാടുകടത്തപ്പെടാൻ പോകുന്ന ആ ദുഃഖസാന്തരമായ വേദനാനിർഭരമായ ഒരന്തരീക്ഷത്തെ സമീപിക്കുമ്പോൾ ഇതെൻ്റെ ജീവിതമാണ്, നിൻ്റെ ജീവിതമാണ്. സ്വാതന്ത്ര്യത്തിലേക്കും രക്ഷയിലേക്കും നന്മയിലേക്കും നമ്മെക്കുറിച്ച് ദൈവം കണ്ട ഉദാത്തവും ഉത്കൃഷ്ടവുമായ സ്വപ്നങ്ങളിലേക്കും നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വഴികളെ മറന്ന് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും തകർക്കാനും വരുന്ന പിശാചിൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്ന നമ്മളെ കാത്തിരിക്കുന്ന അനിവാര്യമായ ദുരന്തങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ വായനകൾ. നല്ല കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഈ വചനവായനയിലൂടെ ഞങ്ങളെ കണ്ടെത്താൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ തിന്മ നിറഞ്ഞ വഴികളിൽ നിന്ന് അങ്ങയുടെ പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള വിവേകത്തിൻ്റെ ഒരു ഹൃദയം ഈ വായനകൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യൂദായുടെ പ്രവാസത്തിൻ്റെ ദിവസങ്ങൾ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം അതുപോലെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന്, ദൈവം അവശേഷിപ്പിക്കുന്ന നന്മകളിൽ നിന്ന് മാറി ദൈവമില്ലാത്ത ഇടങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ കൈപിടിക്കാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് അകന്നു പോകാതിരിക്കാൻ, ഞങ്ങൾ പാപത്തിൻ്റെ പ്രവാസികളായി മാറാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവ മകനെയും ദൈവമകളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധാപൂർവം വചനവായനയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ 190ാമത്തെ ദിവസം അവരുടെ 1ാമത്തെ ദിവസമായി മാറുന്നത് എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ്. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ സത്യമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ലൊരു ദിവസം ദൈവം നിങ്ങൾക്ക് തരട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.